100 വർഷങ്ങൾക്ക് മുൻപ് 10 നാഗലോകങ്ങളെ നാഗങ്ങൾ ചേർന്ന് സൃഷ്ടിച്ച വജ്രമാണ് ഇത്. ഈ വജ്രം വലിയ കാടിനുള്ളിലെ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ് വച്ചിരിക്കുന്നത്. ഈ വജ്രം സംരക്ഷിക്കുന്നത് ഒരു നാഗകന്യകയും അവളുടെ ഭർത്താവുമാണ്. അവളുടെ ഭർത്താവ് ഒരു മനുഷ്യനാണ്. ഒരു നാൾ ഈ വജ്രം മോഷ്ടിക്കാൻ കുറച്ചാളുകൾ ഈ ക്ഷേത്രത്തിൽ വരുന്നു. അവരൊക്കെ ഈ നാഗകന്യകയും അവളുടെ ഭർത്താവും തടയാൻ ശ്രമിച്ചു. പക്ഷേ അവർ പാമ്പാട്ടിയുടെ സഹായത്താൽ ഈ വജ്രം അവർ കൈക്കലാക്കി. ആ വജ്രം അവിടെ നിന്ന് മോഷണം പോയതിനാൽ ആ കാട് നശിക്കുവാൻ തുടങ്ങി. ആ ആളുകൾ അവളുടെ ഭർത്താവിനെ കൊന്നുകളഞ്ഞു. ആ വജ്രം ആ കാടിൻ്റെ ഹൃദയമായിരുന്നു. ഇത് കാരണം ആ നാഗകന്യകയെ അവിടുത്തെ നാഗമാത ശപിക്കുന്നു. ഇതാണ് പൗർണമിപുരം കൊട്ടാരം. ഈ വീട്ടിൽ ഒരു വിവാഹം നടക്കാൻ പോവുകയാണ്. ഇത് ഈ വീട്ടിലെ മുത്തശ്ശി രുക്മിണിയമ്മ. ഇവർക്ക് 3 ആൺമക്കളാണുള്ളത്: രാമചന്ദ്രൻ, രവീന്ദ്രൻ, രാജശേഖരൻ. മുത്തശ്ശി ജ്യോതിയെ വിളിച്ചു. ജ്യോതി ഈ വീട്ടിലെ ഒരു ജോലിക്കാരിയാണ്. പക്ഷേ ജ്യോതിയെ ഇവിടെ എല്ലാവരും ഒരു അംഗത്തെ പോലെയാണ് കാണുന്നത്. മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കുന്നതും ജ്യോതിയാണ്. മുത്തശ്ശി അവൾക്കൊരു സാരി നൽകി. എന്നിട്ട് മുത്തശ്ശി പറഞ്ഞു, മോളെ, നാളെ നീ ഈ സാരി ഉടുക്കണം. അപ്പോൾ അവിടെ ഒരാൾ വന്നു, യമുന. യമുന ഈ വീട്ടിലെ മൂത്ത മരുമകളാണ്, രാമചന്ദ്രൻ്റെ ഭാര്യ. യമുന ജ്യോതിയോട് ചോദിച്ചു, ജ്യോതി, വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? അപ്പോൾ ജ്യോതി പറഞ്ഞു, ആ അമ്മേ, എല്ലാം പൂർത്തിയായി. യമുന പറഞ്ഞു, ഒന്നിനും ഒരു കുറവ് വരുത്തരുത്. നീയാണ് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത്. എൻ്റെ മൂത്ത മകൻ്റെ വിവാഹമാണ്, അതുകൊണ്ട് ഒരു കുറവും ഉണ്ടാവരുത്. നീ ഭക്ഷണം കഴിച്ചോ? യമുന ജ്യോതിയോട് ചോദിച്ചു. അപ്പോൾ ജ്യോതി പറഞ്ഞു, ഇല്ല, കഴിക്കണം. അപ്പോൾ യമുന പറഞ്ഞു, അതെന്താ? ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാതിരിക്കരുത്. വാ, ഞാൻ ഭക്ഷണം എടുത്തു തരാം. യമുന ജ്യോതിക്ക് ഭക്ഷണം നൽകി. ഇതാണ് രവി, യമുനയുടെ മൂത്ത മകൻ. ഇവൻ്റെ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. രവി ഒരു ബിസിനസ്മാനാണ്. അതുകൊണ്ട് എപ്പോഴും ബിസിനസ് എന്ന ചിന്തയിലാണ് ജീവിക്കുന്നത്. യമുന മക്കളെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു. രവിയും രവിയുടെ ഇളയ സഹോദരനും ഇളയ സഹോദരികളും ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ഇളയ സഹോദരൻ ചോദിച്ചു, ചേട്ടാ, 2 ദിവസം കഴിഞ്ഞ ചേട്ടൻ്റെ കല്യാണമാണ്, എന്നിട്ടും ഇപ്പോഴും ജോലി എന്നുള്ള ചിന്തയിലാണോ? അപ്പോൾ ഇളയ സഹോദരി ചോദിച്ചു, അതെ ചേട്ടാ, ഇനി കല്യാണം കഴിയുന്നവരെ ജോലിയൊന്നും ചെയ്യണ്ട. കുറച്ച് കഴിഞ്ഞപ്പോൾ രവി കസിൻസിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ജ്യോതി വന്നു. ജ്യോതി പറഞ്ഞു, രവി, നാളെ നിനക്കിടാനുള്ള പാർട്ടിക്കുള്ള ഡ്രസ്സ് ഞാൻ റൂമിൽ വെച്ചിട്ടുണ്ട്. മതി പിള്ളേരെ, എല്ലാവരും കിടന്നുറങ്ങുക. മതി കളിച്ചത്. എല്ലാവരും അവരുടെ റൂമിലേക്ക് പൊയ്ക്കോ. എല്ലാവരും അവിടെ നിന്നും പോയി. രാത്രി 12 മണിക്ക് ശേഷം വനത്തിൽ നിന്നും ഒരു സർപ്പം പൗർണമിപുരത്തെ ലക്ഷ്യമാക്കി വന്നു. ആ സർപ്പം ആ വീടിന് മുന്നിലെത്തി. എന്നിട്ട് ആ സർപ്പം അവളുടെ രൂപം മാറി ഒരു മനുഷ്യ സ്ത്രീയായി മാറി. അവളുടെ പേര് നയന. നയന പറഞ്ഞു, തിരികെ വന്നിരിക്കുന്നു ഞാൻ, ദുഷ്ടരുടെ കയ്യിൽ നിന്നും ആ രത്നം കൈക്കലാക്കാൻ. ഇത് ഞാൻ നാഗമാതയ്ക്ക് കൊടുത്ത വാക്കാണ്. നയന തൻ്റെ പ്രതികാരം പൂർത്തിയാക്കുവാൻ വേണ്ടി പൗർണമിപുരത്തെ ലക്ഷ്യമാക്കി വരുന്നു. കാണൂ വാസുകി, നാളെ രാത്രി 9 മണിക്ക്.